അയ്യപ്പ സംഗമം നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയും അതുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ളതാണ്, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമം എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. CPM-നെ സംബന്ധിച്ച് അവർക്ക് ഈ ചർച്ചകൾ വലിയ ആശ്വാസവും സന്തോഷവും ഒക്കെ നൽകുന്നതാണ്. അവർക്കതൊരു ആഘോഷമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം CPM-ന്റെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയമായി അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഫലം കാണുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് ആ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കല്പം വെല്ലുവിളികളും പ്രതിസന്ധികളും ഉടലെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിലെ NSSന്റെ സാന്നിധ്യം, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അതിനുശേഷം നടത്തിയ അഭിമുഖങ്ങൾ, തുറന്നു പറച്ചിലുകൾ, അദ്ദേഹം ഇടതുപക്ഷവുമായുള്ള സമീപനത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റം, ഇതൊക്കെയാണ് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഉയരുന്ന ഈ ചർച്ചകളൊക്കെ CPM-ന്റെ രാഷ്ട്രീയ നയത്തിനുള്ള അംഗീകാരം എന്ന നിലയിൽ CPM കാണുന്നു. വിശ്വാസികൾക്കൊപ്പം ഉറച്ചു നിൽക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് അവർ അതിനെ എൻഡോസ് ചെയ്യുന്നു. UDF-നെ നയിക്കുന്നത് ലീഗാണ് എന്ന പ്രചരണം കൂടി മറുഭാഗത്തുയർത്തുന്നു. അങ്ങനെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവർക്ക് ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് രണ്ട് സാഹചര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അമിത ആഹ്ലാദം വേണ്ട എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള രണ്ട് സാഹചര്യങ്ങൾ. അതിലൊന്ന് സമസ്തയുടെ സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള മുഖപ്രസംഗമാണ്. ആ മുഖപ്രസംഗത്തിൽ വലിയ രൂക്ഷമായ വിമർശനമാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടിനെതിരെ, അവിടെ കണ്ട കാഴ്ചകൾക്കെതിരെ, സർക്കാരിൻ്റെ ഈ നയം മാറ്റത്തിനെതിരെ ഉയർന്നിട്ടുള്ളത്. സർക്കാർ വിലാസം ഭക്തസംഘം എന്ന പേരിലാണ് ഈ മുഖപ്രസംഗം വന്നിരിക്കുന്നത്. സുപ്രഭാതത്തിൽ വന്നിരിക്കുന്ന ഈ മുഖപ്രസംഗത്തിൽ സർക്കാർ നടത്തുന്നത് ഒരു കൈവിട്ട കളിയാണ് എന്ന വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മതേതര നിലപാടിൽ സർക്കാർ ഇരട്ടത്താപ്പ് വരുത്തിയിരിക്കുന്നു എന്ന് വിമർശിക്കുന്നു. മതേതര മനസ്സിനെ നിരന്തരം മുറിവേൽപ്പിക്കുന്നവർക്കൊപ്പം തോളിൽ കൈയിട്ട് നിൽക്കുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്നു. എത്ര വെള്ളപൂശിയാലും പുള്ളിപ്പുലിയുടെ പുള്ളി ഒരു നാൾ തെളിഞ്ഞു വരും, അതാണ് കാണുന്നത് എന്നതും ഈ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുകയാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രായോഗികമല്ലെന്ന ബോധം കുറച്ചു നാളായി കേരളത്തിലെ CPM-നുണ്ടെന്നും അപ്പോഴും തങ്ങളുടെ വർഗരാഷ്ട്രീയവും പ്രായോഗിക രാഷ്ട്രീയവും മതനിരപേക്ഷ ഉള്ളടക്കത്താൽ ഭദ്രമാണെന്ന് തോന്നിപ്പിക്കാൻ CPM-ന് ഒപ്പം തന്നെ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു എന്നും, എന്നാൽ ഇപ്പോൾ അത് സാധ്യമല്ലാതായിരിക്കുന്നു. അങ്ങനെ എത്ര വെള്ള പൂശിയാലും പുള്ളിപ്പുലിയുടെ പുള്ളി പുറത്തു വരും എന്ന സാഹചര്യവുമാണ്. അപ്പോൾ നിലപാടുകളിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ് എന്ന് തുറന്നു കാണിച്ചുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തുകയാണ് ഈ സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ മതസൗഹാർദ്ദവും സാഹോദര്യവും ഒന്നും കേരളത്തിന് പുറത്ത് ഒരിടത്തുമില്ല എന്നതായിരുന്നു CPM പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യം. CPM എന്ന് മാത്രമല്ല, ഇടത് സഹയാത്രികരും ബുദ്ധിജീവികളും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ അത് വെറും കാപഠ്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്ന കാര്യം. അത് രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന്, കർണാടകയിൽ ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ആഘോഷങ്ങളിൽ എഴുത്തുകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമായ ബാനു മുഷ്താഖിനെ പങ്കെടുപ്പിക്കുന്നതിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. പക്ഷേ ആ വിമർശനങ്ങളെ ശക്തിയുക്തം എതിർക്കുകയായിരുന്നു കർണാടക മുഖ്യമന്ത്രി ചെയ്തത്. സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഈ പ്രതിഷേധക്കാർ എത്തിയിട്ടും അതിന് പുല്ല് വില പോലും നൽകാതെ അവരെ കൊണ്ടുവരികയും ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും മനുഷ്യൻ മതങ്ങൾക്കതീതമായി മനുഷ്യന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു കർണാടക മുഖ്യമന്ത്രി എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നബിദിനാഘോഷത്തിൽ സ്റ്റാലിൻ പങ്കെടുത്തതും അവിടെ സ്റ്റാലിൻ പറഞ്ഞതുമായ കാര്യങ്ങളും ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷ സഹോദരങ്ങൾ വേട്ടയാടുമ്പോൾ കോട്ടകണക്കെ കൂടെ ദ്രാവിഡ മുന്നേറ്റ കഴകം ഉണ്ടാകും എന്നതായിരുന്നു സ്റ്റാലിൻ്റെ വാക്കുകൾ. അപ്പോൾ അതും
ഈ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഇടത് സർക്കാരിൻ്റെ ഇടത് ബുദ്ധിജീവികളുടെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലേഖനത്തിൽ അവർ ചെയ്തിരിക്കുന്നത്. ആർക്കൊപ്പമാണ് വെള്ളാപ്പള്ളിയുടെ മനസ്സെന്ന് കേരളത്തിനറിയാം. എന്നാൽ അദ്ദേഹം അടക്കമുള്ളവരെ തോളിലേറ്റി നടന്ന ഇടതുപക്ഷം വാസ്തവത്തിൽ ആർക്കൊപ്പമാണ് എന്നത് പേടിപ്പിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വന്നിട്ടുള്ള വലിയ ആശങ്ക അതാണ് സുപ്രഭാതം ഈ മുഖപ്രസംഗത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അത് സമസ്തയുടെ ആശങ്കയാണ്. അത് CPM-നെ സംബന്ധിച്ച് അവർ ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന നീക്കമാണ് എങ്കിൽ പോലും അത്ര സുഖകരമായ സാഹചര്യമല്ല ഉണ്ടാക്കുക. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുസ്ലിം സമുദായത്തിനെതിരെ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ, ഒപ്പം തന്നെ യോഗി ആദിത്യനാഥിൻ്റെ കുറിപ്പ് അവിടെ വായിച്ചതൊക്കെയുള്ള ആശങ്കയാണ് അവിടെ നിഴലിക്കുന്നത്. അതാണ് ഇതിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ CPM-നെ അസ്വസ്ഥപ്പെടുത്തേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, NSS ജനറൽ സെക്രട്ടറിക്കെതിരെ കരയോഗങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന വലിയ വിമർശനമാണ്. പലരും പരസ്യമായി തന്നെ ആ വിമർശനങ്ങൾ അറിയിക്കുന്നുണ്ട്, അവരുടെ ആ കരയോഗങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട്. ഒപ്പം ബാഹുബലിയിലെ കട്ടപ്പയോട് ഉപമിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു. സമാനമായ നിലയിൽ ഇന്നും അത്തരം പോസ്റ്ററുകൾ വരുന്നുണ്ട്. പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായിട്ടാണ് സുകുമാരൻ നായരെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രമാണത്തെ ബാനറിലാണ് ഈ ഒരു വാചകമുള്ളത്. ഇന്നലെ വെട്ടിപ്പുറത്തായിരുന്നു ഇത്തരം ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടത്. സുകുമാരൻ നായരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ചങ്ങനാശ്ശേരിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ NSS അംഗത്വം രാജിവെക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് NSS-ന് ഉള്ളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് CPM-നെ സംബന്ധിച്ച് അവരെ ആശങ്കയിലാക്കേണ്ടുന്ന കാര്യമാണ്. കാരണം NSS ജനറൽ സെക്രട്ടറി ഒപ്പം എന്ന് പറയുമ്പോൾ പോലും അവർക്കിടയിൽ ഉള്ള ആളുകൾക്ക് അതിൽ എതിരഭിപ്രായങ്ങളുണ്ട് എന്ന് അത് പരസ്യമായി തന്നെ രംഗത്ത് വരുന്നു. അത് വലിയ ചർച്ചയാകുന്നു എന്നത് പ്രതീക്ഷിച്ച ഫലം ചെയ്യുമോ എന്ന സംശയങ്ങൾ കൂടി ഉണ്ടാക്കുന്നതാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം എതിർ സ്വരങ്ങൾ എന്ന് പറയുന്നത് ഈ വലിയ ആശങ്കയ്ക്കിടയിലും അല്പം ആശ്വാസമാണ്. ഇന്ന് VD സതീശനും ഒപ്പം തന്നെ KC വേണുഗോപാലും മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നു. എത്ര നഷ്ടം വന്നാലും ഈ മതേതര നിലപാടിൽ ഒരു മാറ്റവും വരുത്തില്ല എന്നതാണ് VD സതീശൻ പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു വന്നത്, അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വന്ന കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം കൂടി, NSS-ന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആൾ എന്ന് വിശേഷിപ്പിക്കാൻ കൂടി VD സതീശൻ ഇന്ന് ശ്രമിച്ചു. CPM ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നത് എന്നതായിരുന്നു KC വേണുഗോപാൽ ഉയർത്തിയ വിമർശനം. ഇരുവരുടെയും പ്രതികരണം ഒന്ന് കാണാം. NSS-നടക്കമുള്ള സമുദായ സംഘടനകൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങളുടെ കയ്യിൽ യാതൊരു പരാതിയില്ല. ഞങ്ങളുടെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനമാണ്. യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ നല്ല കൂട്ടുകാരനാണ്, ഒരു സംശയ കാര്യത്തിലില്ല. ആ കൂട്ടുചേർന്ന് പോട്ടെ. ഞങ്ങൾ കേരളത്തിന്റെ മതേതര മനസ്സിന്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കാട്ടും. അതാണ് ഞങ്ങളുടെ ജോലി, ഞങ്ങളത് ചെയ്യും കൃത്യമായി. വർഗീയവാദികളെ NSS-ന്റെ അടിച്ചതിൻ്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതൊരു ഉറച്ച നിലപാടാണ്. ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങളും അദ്ദേഹവുമായിട്ടോ NSS-ആയിട്ടോ ഒരു തർക്കമില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ CPM ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഭൂരിപക്ഷ പ്രീണനമായി. ആരോടും ആത്മാർത്ഥയില്ല. ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല. ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇനി വരാനിരിക്കുന്ന നാളുകളിലും ഒറ്റ നിലപാടാണ്, ഒരു വ്യത്യാസം ഉണ്ടാകും. കർമ്മങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഫലമുണ്ടാകുക എന്നുള്ളത് കാത്തിരുന്ന് കാണുക. ജനങ്ങൾ വിഡ്ഢികളല്ല. കാരണം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല. ഞങ്ങളാരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല. ഇതെല്ലാം ചെയ്തത് CPM-ഉം ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അവരിപ്രാവശ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് തൊട്ടു മുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഞാൻ പറയുന്നത്. CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർ 2 ടേം ഭരണത്തിലിരുന്നവരാണ്. അപ്പോൾ
തീർച്ചയായും ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയാം, അതിനുള്ള ഒരു സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിനെ മറികടന്ന് മൂന്നാമതൊരു ടേം കൂടി ലക്ഷ്യമിട്ടാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം. അതിന് സാധ്യമായ എല്ലാ മാർഗവും അവർ തേടുകയാണ്. അതിൽ കഴിഞ്ഞ തവണകളിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനമാണ്. അത് യൂട്ടേണായും ഇരട്ടത്താപ്പായും ഒക്കെ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുമെങ്കിൽ പോലും അത് രാഷ്ട്രീയമായി വളരെ തന്ത്രപൂർവ്വം മെനഞ്ഞെടുക്കുന്ന നീക്കങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് ആഹ്ലാദം നൽകുന്നത് തന്നെയാണ്. അതിൻ്റെ ആശങ്ക കോൺഗ്രസിനുണ്ട് എന്നത് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ ഉയരുന്ന എതിർ സ്വരങ്ങൾ അത് പിടിവള്ളിയാക്കി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസും ശ്രമിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ്, NSSനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേതാക്കൾ നേരിട്ടെത്തി തന്നെ നടത്താൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അത് തിരിച്ചടിയാണ് ആ സാഹചര്യം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. എന്തായാലും ഒരു 2 തെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യം സംസ്ഥാനത്ത് വരുമ്പോൾ ഈ മത്സരം തീ പാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താനുള്ള വലിയ തന്ത്രപരമായ നീക്കം രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഭരണവിരുദ്ധ വികാരം ഞങ്ങളെ അങ്ങ് ജയിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നാൽ അതവിടെ ഇരിക്കുകയേ ഉള്ളൂ എന്ന ശക്തമായ തോന്നൽ ഉണ്ടാക്കാൻ CPMന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക്, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.